ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ വേഗം എഴുന്നേറ്റ് റെഡിയാവും. കാപ്പി കുടിച്ചിട്ട് ഓഫീസിൽ പോകേണ്ടതല്ലേ? ഡാഡി. ഭക്ഷണത്തിലായിരുന്നപ്പോ തോക്ക് പിടിച്ച കൈയാണ്. ഇപ്പൊ ദേ ദോശയ്ക്ക് മാവാട്ടാനും ചട്ടവും കരണ്ടിയും പിടിക്കാനാണ് യോഗം. ആ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഓരോരുത്തരുടെ വിധി തന്നെ. ആണും പെണ്ണോട്ട് ഒരൊറ്റ മകനാ, എന്ത് പ്രയോജനം? ഭാര്യ മരിച്ചു പോയെന്ന് വെച്ചാൽ മറ്റൊരു കല്യാണം കഴിച്ചാണ് ആകാശം ഇടിഞ്ഞു വീണു. ഒന്നുമില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനെങ്കിലും ഒരാളാവില്ലേ? കഴിയില്ല, അത്ര തന്നെ. ഒന്നും അറിയാത്തത് പോലുള്ള അച്ഛന്റെ ഈ വർത്തമാനം കേൾക്കുമ്പോഴാ എന്തുകൊണ്ടാ വേറൊരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാതെ ഞാൻ ഈ കാവ്യവസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത്? ഞാൻ എന്താ വലിയ ഭക്തശിരോമണി ആയിട്ടാ? അല്ലല്ലോ. ഈ കുട്ടികളുടെ ഭാവി ഓർത്ത. സരസ്വതി മരിച്ച ഉടനെ ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എന്തായേനെ ഈ കുട്ടികളുടെ സ്ഥിതി? ഞാനൊന്നും പറയണില്ലേ, മതിയല്ല. മുത്തച്ഛ, ദോശക്ക് പുളി കൂടുതലാ കേട്ടോ. വച്ചു വളമ്പി തന്നാ പോരാ, ഇനി കുറ്റവും കുറവും കേൾക്കുകയും വേണം. ഉള്ള പുളി മതി. എല്ലാ കാര്യങ്ങളും അച്ഛൻ തന്നെ വേണ്ട മക്കളെ നോക്കാൻ. അല്ലച്ചാ, നമുക്കൊരു നല്ല വേലക്കാരിയെ നിർത്തിയാലോ? അടുക്കളക്കാരിയും അവര് നോക്കിക്കോളും. അങ്ങ് ചെല്ലേണ്ട താമസമേ ഉള്ളൂ വേലക്കാരിക്ക്. അതും 4 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഈ വീട്ടില്. മുത്തച്ഛന് ഇപ്പൊ എന്താ വേണ്ടത്? വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണം. എന്ന് വെച്ചാൽ വീട്ടിൽ ഐശ്വര്യമുള്ളൊരു പെണ്ണ് വേണം. സിമ്പിൾ അല്ലേ? അക്കാര്യം ഞാൻ ഏറ്റു. ഞാനൊരു കല്യാണം കഴിക്കാം. പ്രശ്നം തീർന്നല്ലോ. ഓടാവിടുന്നു. ചേട്ടൻ നിൽക്കുമ്പോഴാ അനിയന് കല്യാണം. ആദ്യം ഉണ്ണിക്കൊരു പെണ്ണ് വരട്ടെ, പിന്നെ മതി എന്റെ കാര്യം. നടക്കാത്ത ഓരോ കാര്യങ്ങൾ പറയാന്നല്ലാതെ. ആ മുത്തച്ഛന് അടുക്കളയിൽ തന്നെ കഴിയാനാണ് യോഗം. ഒന്നും കുട്ടിയെ, ഉണ്ണിക്കൊരു കുട്ടിയെ ആലോചിക്കാൻ നിന്നോട് പറഞ്ഞിട്ട് എത്ര കാലായി? ആലോചിച്ചുകൊണ്ട് കാര്യമായോ? കെട്ടേണ്ടത് അവനല്ലേ, ഞാനല്ലല്ലോ. അവൻ സമ്മതിക്കണ്ടേ? മോനെ ഉണ്ണിയെ. എന്റെ മുത്തച്ഛ, ദൈവത്തെ ഓർത്ത് എന്നെ നിർബന്ധിക്കല്ലേ. എന്റെ ഈ രൂപം ഒരു പെണ്ണിനും ഇഷ്ടാവൂല. ഇഷ്ടാവേണ്ടുള്ള ഒരു കല്യാണത്തിന് ഞാൻ ഇല്ലാനും. അതൊക്കെ നിന്റെ ഓരോ തോന്നലാ ഉണ്ണിയെ. എന്നെ ഈ രൂപം കണ്ടിട്ട് ആർക്കെങ്കിലും എന്നോട് ഇഷ്ടം തോന്നിട്ട് ഇങ്ങോട്ട് വന്നാലല്ലാണ്ട് ഞാനില്ല കല്യാണം കഴിക്കാൻ. തിന്നെയില്ല, ബാക്കിയുള്ളവനെ കൊണ്ട് തീറ്റിക്കുകയില്ല. ഹലോ, യെസ്, യുണൈറ്റഡ് ട്രേഡേഴ്സ്. Good morning. Good morning. Good morning. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമസ്തേ. ഊർമിളെ, ആ എസ്റ്റിമേറ്റ് ഇന്നത്തെ മെയിലിൽ പോകേണ്ടതാ. ശരി സർ. രാജു സർ, ഇന്നലെ തന്ന എസ്റ്റിമേറ്റിന്റെ ഡീറ്റെയിൽസ് ഇതേവരെ വർക്കൗട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല. ഇപ്പൊ ശരിയാക്കാം സർ.
ഇഷ്ടം അല്ലേന്ന് ചോദിച്ചാൽ ഇഷ്ടമൊക്കെ ആയിരിക്കും. ആണായി പറഞ്ഞാൽ പിന്നെ പെണ്ണിനെ ഇഷ്ടപ്പെടാതെ എങ്ങനെയാ? കക്ഷിയുടെ പ്രശ്നം ഒരു തരം കോംപ്ലക്സ് ആണ്. തന്റെ ആ കോലം കണ്ടാൽ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന് ഒരു മുൻവിധി. അത്രയ്ക്ക് ബോറാണോ രാജുവിന്റെ ചേട്ടന്റെ കോലം? പറയുമ്പോ കാര്യം പറയണമല്ലോ. നമുക്ക് അറിഞ്ഞൂടെ സാമാന്യം ബോറാണ് കോലമെന്ന്? രാജു വിചാരിച്ച ചേട്ടനൊന്ന് മാറ്റിയെടുക്കാൻ പറ്റില്ലേ? ഓ, അങ്ങ് വിചാരിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. കക്ഷി ഒരു ടൈപ്പാണെന്നേ. വിശ്വാമിത്രന്റെ മനസ്സ് ഇളകണമെങ്കിൽ വല്ല മേനകയും വരണം. അല്ലാണ്ട് ഞാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യാനാ? നമ്മളൊരു മേനകയെ സംഘടിപ്പിച്ചെടുത്താലോ? അതിന് അങ്ങേരെ അങ്ങോട്ട് കയറി ഇഷ്ടപ്പെടാൻ ഒരു പെണ്ണിനെ കിട്ടണ്ടേ? എന്നും പറഞ്ഞിരുന്നാലേ നമുക്കങ്ങ് കയറി വയസ്സാവും. പറഞ്ഞേക്കാം. ആ ഉർമിളെ, നിന്റെ ചേച്ചിയില്ലേ രോഹിണി, അവരെ പിടിച്ച് ചേട്ടന്റെ പിടലിക്ക് ഫിറ്റ് ചെയ്താൽ എങ്ങനെയാ? ചേച്ചിയോ? ആ, അങ്ങോട്ട് ചെല്ല്. ആണുങ്ങളെ കണ്ണെടുത്താ കണ്ടുകൂടാത്ത പ്രകൃതമാ ചേച്ചിയുടെ. അതെനിക്കറിയാം. പക്ഷേ അരവും കൂടി ചേർന്നാലല്ലേ കിന്നരമാകൂ. എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമുക്കതൊന്ന് നോക്കിയാലോ? ഒത്താൽ ഒത്തുന്നേ, അല്ലെങ്കിൽ ഒരു തമാശയെങ്കിലും ആകുമല്ലോ. അതെന്താ? ആദ്യം നമുക്ക് ചേട്ടനെ ഒന്ന് ഇളക്കി വിടാം, പിന്നെ മതി ചേച്ചി. എങ്ങനെ? ദിവസം ഓഫീസിൽ ഊർമിളയെ സ്കൂട്ടറിൽ കൊണ്ടുവിടുന്നത് ചേച്ചിയല്ലേ? അപ്പോ ചേച്ചിയും ചേട്ടനും തമ്മിൽ കണ്ടിട്ടുണ്ടാകണമല്ലോ. കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, അറിയാതെ ഒരിഷ്ടം ചേട്ടനോട് തോന്നിയിട്ടുണ്ടാവും. എന്താ രാജു ഈ പറയുന്നേ? ചേച്ചിക്ക് ഉണ്ണേട്ടനോട് ഇഷ്ടമോ? നല്ല കാര്യമായി എന്ന് നമ്മൾ സ്ഥാപിക്കുന്നു. അത് തുറന്നു പറഞ്ഞുകൊണ്ട് ചേച്ചി ചേട്ടനൊരു കത്തയക്കുന്നു. എന്ന് വച്ചാൽ ചേച്ചിയുടെ പേര് വെച്ച് നമ്മൾ എഴുതുന്നു. ഓക്കേ? ഓക്കേ. പ്രിയപ്പെട്ട എന്റെ ഉണ്ണിയേട്ടന് വേണ്ടി മാത്രം ജീവിക്കുന്ന രോഹിണിയാണ് ഈ കത്തെഴുതുന്നത്. എനിക്ക് ഉണ്ണിയേട്ടനെ നേരിൽ കണ്ട് ഒരുപാട് സംസാരിക്കാനുണ്ട്. എന്റെ ഹൃദയത്തിൽ ഉണ്ണിയേട്ടന് മാത്രമേ സ്ഥാനമുള്ളൂ. എന്റെ ദേവ, എന്റെ പ്രാണനാഥ, എന്നെ സ്വീകരിക്കൂ. എന്റെ മോഹങ്ങളെല്ലാം പൂവണിയിക്കൂ. ചേട്ടന്റെ രോഹിണി. Bye. എന്റെ ദേവ, എന്റെ ദേവ, എന്റെ പ്രാണനാഥ,
എന്റെ തങ്കക്കുടമേ, എന്നെ സ്വീകരിക്കൂ. ഷെടാ, ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് ഇങ്ങനെ പനി വരികയെന്ന് വെച്ചാൽ അതിനുമില്ലേ ഒരു സമ്പ്രദായമൊക്കെ. 3-4 ദിവസമായില്ലേ ഉണ്ണി കിടപ്പായിട്ട്. ഇനി എന്റെ കുട്ടി വല്ലതും കണ്ട് പേടിച്ചതോ മറ്റോ ആണോ മോനെ? ആ ഗോവിന്ദൻകുട്ടി അവിടെ ഇല്ലെന്നാ തോന്നണേ. ആരാണോ ഈ നേരത്ത്? എന്നെ സ്വീകരിക്കൂ. എന്റെ മോഹങ്ങളെല്ലാം പൂവണിയിക്കൂ. ചേട്ടന് വേണ്ടി മാത്രം ജീവിക്കുന്ന രോഹിണി. ഹലോ, ആ വിളിക്കാലോ ഉള്ളി, ഒരു ഫോൺ. ഹലോ ഹലോ, മനസ്സിലായോ? ഹാവു, അത്രയും ആശ്വാസം. എന്റെ കത്ത് കിട്ടിയോ? എന്നിട്ട് എന്തേ മറുപടി തരാഞ്ഞത്? നല്ല ആളാണ്. മറുപടിയും കണ്ടില്ല. 3-4 ദിവസമായിട്ട് ആളെയും കാണുന്നില്ല. എനിക്ക് എന്ത് വിഷമമായിരുന്നോ? ഹലോ, എന്താ ഒന്നും മിണ്ടാത്തത്? ആ കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നത് ഇഷ്ടമാണോ? ഞാൻ കത്തിൽ എഴുതിയിരുന്നില്ലേ? സത്യം. സത്യമാണ്. എന്താന്നറിയില്ല, എനിക്ക് ഉണ്ണിയേട്ടനോട് ഒരു വല്ലാത്ത അടുപ്പം. ഒരു സ്വന്തം ആളാണെന്ന് തോന്നില്ലേ? ഇങ്ങനൊക്കെ ആയിരിക്കും ആളുകൾ അടുക്കുന്നത്, അല്ലേ? പിന്നെ ഉണ്ണിയേട്ടാ, എന്താ ഇത്? ഒന്ന് വിളി കേൾക്കൂ. എന്തോ? ആ, അങ്ങനെ. ഉണ്ണിയേട്ടാ, എനിക്കൊരാഗ്രഹം. ഉണ്ണിയേട്ടനെ കുറച്ചുകൂടെ സുന്ദരനായി കാണണമെന്ന്. എങ്ങനെ? എങ്ങനാന്നോ? തലമുടി ഉണ്ടല്ലോ, ഭംഗിയായി മേൽപോട്ട് ഇങ്ങനെ ചീകി വെച്ചിട്ട് പിന്നെ ആ നല്ല മുഖത്ത് സ്റ്റൈലായിട്ടൊരു മീശ, നല്ല കട്ടിയില്. ഇതൊന്നും വലിയ പാടുള്ള കാര്യമല്ലെന്നേ. ഇപ്പോൾ ടൗണില് ധാരാളം ബ്യൂട്ടി പാർലറുകളുണ്ട്. അവരെ ശരിയാക്കി തരും. അതുപോലെ തന്നെ എപ്പോഴും എന്തിനാ മുണ്ടുടുക്കുന്നേ? ചന്തായിരിക്കുന്നു ഉണ്ണിയേട്ടനെ കാണാൻ. എന്റെ ഒരു ആശയല്ലേ. പ്ലീസ്, ഇനി കാണുമ്പോൾ അങ്ങനെ കാണണം. ഓക്കെ, ബൈ.